ഹൃദ്രോഗം ബാധിക്കുന്നവരുടെ എണ്ണം ഇന്ന് ക്രമാതീതമായി കൂടുകയാണ്. താരതമ്യേന വയസ്സ് കുറഞ്ഞവരിലാണ് ഇതിപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിൽ ഹാർട്ട് അറ്റാക്ക് വളരെയധികം ആളുകളുടെ ജീവൻ കവർന്നെടുക്കുന്ന ഒരു അസുഖമാണ്. ഇത് വന്നാൽ എങ്ങനെ ചികിത്സിക്കാം? ഇനി അതിനേക്കാൾ ഉപരി ഇത് വരാതിരിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം? ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. പ്രധാനമായി നെഞ്ചുവേദന തന്നെയാണ് ഇതിൻ്റെ ലക്ഷണം. നമ്മൾ വേദന എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഒരു വേദനയല്ല, ഇതിനെ അസ്വാസ്ഥ്യം എന്നാണ് പറയുക. നെഞ്ചിലെ അസ്വാസ്ഥ്യം എന്നാണ് കറക്റ്റ് വാക്ക്. നമ്മൾ ഇംഗ്ലീഷിൽ ചെസ്റ്റ് പെയിൻ എന്ന് പറയുമെങ്കിലും ചെസ്റ്റ് ഡിസ്കംഫേർട്ട് എന്നതാണ് കറക്റ്റ് യൂസേജ്. ഇത് ചിലയാൾക്ക് എരിച്ചൽ പോലെ തോന്നാം, ചിലയാൾക്ക് അമർത്തുന്നത് പോലെ തോന്നാം, ചിലയാൾക്ക് ഒരു കുളത്തി വലിക്കുന്നത് പോലെ തോന്നാം. അത് ഓരോരാൾക്ക് ഓരോ പോലെയാണ് ഉണ്ടാവുക. ഇനി ഇത് മെജോറിറ്റി ആൾക്കാർക്ക് നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് അനുഭവപ്പെടുക. കുറച്ച് ശതമാനം ആളുകൾക്ക് അത് ഇടതുഭാഗത്ത് വരാം, കുറച്ച് ശതമാനം ആളുകൾക്ക് വലതുഭാഗത്ത് വരാം. ഇനി ഒരു തെറ്റിദ്ധാരണയുണ്ട്, നെഞ്ചിൻ്റെ വേദന, ഹാർട്ടിൻ്റെ വേദന സാധാരണയായിട്ട് ഇടതുഭാഗത്താണ് ഉണ്ടാവുക എന്നത്. ഇത് ശരിയല്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാവുന്നത് മധ്യഭാഗത്താണ്. ഇനി ഇവിടെയല്ലാതെ ചിലപ്പോൾ ഷോൾഡറിൽ മാത്രം വേദനയായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാം, കയ്യിലെ വേദനയായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാം, റിസ്റ്റിലും എൽബോ ജോയിൻറ്റിലും മാത്രമുള്ള വേദനയായിട്ടും പ്രസൻറ്റ് ചെയ്യാം. ഇനി 16% ആളുകളിൽ ഈ വേദന കയ്യിലേക്ക് പോകും, ഇടത് കൈയിലേക്ക് പോകും. അതിനെ നമ്മൾ റേഡിയേഷൻ എന്നാണ് പറയുക. അപ്പോൾ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് വേദന ഉണ്ടാവും, 16% ആളുകളിൽ ആ വേദന കയ്യിലേക്ക് പോകും. എന്നാൽ ബാക്കി 84% ആൾക്കാർക്കും ഇത് കയ്യിലേക്ക് പോകില്ല. അതുകൊണ്ട് വേദനയുണ്ട് പക്ഷേ കയ്യിലേക്ക് പോയിട്ടില്ല, അതിനാൽ ഹാർട്ടിൻ്റെ അസുഖമല്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വേർപ്പുണ്ടാവുക. നമുക്കെല്ലാം അറിയാം, ഹാർട്ട് ഡിസീസ് ഉണ്ടാകുമ്പോൾ, ഹാർട്ടിൻ്റെ വേദന ഉണ്ടാകുമ്പോൾ വേർപ്പുണ്ടാവും. എന്നാൽ ഈ വേർപ്പ് 30% ആളുകളിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. 70% ആളുകളിൽ വേർപ്പൊന്നും ഉണ്ടാവുന്നേയില്ല. ഇനി എത്ര ടൈം വേദന ഉണ്ടാവും? നമ്മൾ ബ്ലോക്ക് 70%-ലധികമായി കഴിഞ്ഞാൽ നടക്കുമ്പോൾ മാത്രമേ വേദന ഉണ്ടാവൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ വേദന ഉടനെ പോകും. തുടക്കത്തിൽ വളരെ കൂടുതൽ നടന്നാലേ വേദന ഉണ്ടാവും. ചിലപ്പോൾ 1-2 കിലോമീറ്ററൊക്കെ നടന്നാലേ വേദന ഉണ്ടാവും. എന്തെങ്കിലും വെയിറ്റൊക്കെ എടുത്തു വെച്ച് നടന്നാലേ വേദന ഉണ്ടാവും. അപ്പോൾ ക്രമേണ ഇത് കൂടിക്കൂടി വരും. ചെറിയ ദൂരത്തിൽ തന്നെ വരാൻ തുടങ്ങും. അവസാനമാണ് റെസ്റ്റ് എടുക്കുമ്പോഴും വേദന വരിക എന്ന കണ്ടീഷനിലെത്തുക. അപ്പം നമ്മൾ റെസ്റ്റ് എടുത്താൽ വേദന ഉടനെ ഡിസപ്പിയർ ആവും. അപ്പോൾ എത്രയോ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ചെറിയൊരു വേദന കുന്നുകയറുമ്പോൾ മാത്രമേ ഉള്ളൂ, നിന്ന് കഴിഞ്ഞാൽ ഉടനെ പോകും. അപ്പോൾ അതത്ര കാര്യമല്ല. എന്നാൽ അങ്ങനെ പറയുന്നത് ശരിയല്ല. അത്തരമൊരു വേദന ഉണ്ടാവണമെങ്കിൽ